ക്യാൻസർ രോഗിയായ വീട്ടമ്മയോടും നിത്യരോഗിയായ ഗൃഹനാഥനോടും കനിവ് കാട്ടാതെ ജപ്തി നോട്ടീസുമായി ബാങ്ക് അധികൃതർ. കീരമ്പാറയിലുള്ള പൊതുമേഖലാ ബാങ്ക് ഇവരുടെ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന്റെ ചുവരിൽ ജപ്തി നോട്ടീസ് പതിപ്പിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും ശരീരം തളർന്ന മകളെയും കൂട്ടി വീട് വിട്ടിറങ്ങാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ബാങ്ക് അധികൃതരെന്നും ജപ്തി നേരിടുന്ന പുന്നേക്കാട് സ്വദേശി സജി കുര്യാക്കോസ് പറയുന്നു. മറ്റെല്ലാവരെയും പോലെ ഒരു സാധാരണ ജീവിതം മാത്രം നയിക്കാൻ ആഗ്രഹിച്ച സജി കുര്യാക്കോസ് ഇന്നനുഭവിക്കുന്ന ദുരിതങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. ഇലക്ട്രീഷ്യൻ ജോലിയും പ്ലംബിങ്ങുമായി 2 പെൺമക്കളും ഭാര്യയുമടങ്ങുന്ന കുടുംബത്തെ പോറ്റിവന്ന പുന്നേക്കാട് സ്വദേശി മംഗലത്ത് സജി കുര്യാക്കോസ് ഇന്ന് ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ നേരിടുകയാണ്. 2024 വീടിന്റെ നിർമ്മാണത്തിനും പശുക്കളെ വളർത്താൻ തൊഴുത്ത് പണിയുന്നതിനുമായി ഇദ്ദേഹം കീരമ്പാറയിലുള്ള പൊതുമേഖലാ ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപ ലോൺ എടുത്തു. എന്നാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞതോടെ പെട്ടെന്നൊരു ദിവസം പ്രമേഹരോഗിയായ സജിയുടെ കാൽവിരൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഒപ്പം ശ്വാസകോശ രോഗവും പിടിപെട്ടു. ഒരു കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. 1 മാസം തികയുന്നതിനു മുൻപേ ഭാര്യ മിനിക്ക് അർബുദവും പിടിപെട്ടു. ഇരുവർക്കും ജോലിക്ക് പോകാൻ കഴിയാതായതോടെ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങി. വായ്പയെടുത്ത ബാങ്കിന്റെ ജപ്തി ഭീഷണി നേരിടുകയാണ് ഈ കുടുംബം. മൂത്തമകൾ ജീനമോൾ ജന്മന 100% വികലാംഗയാണ്. രണ്ടാമത്തെ മകൾ അനയ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി. എൻ്റെ കാലിന് ഷുഗർ വന്ന് ബാധിച്ച് ഇങ്ങനെ എനിക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനിവിടെ ഇരിപ്പാണ്. എൻ്റെ ഭാര്യയ്ക്ക് അർബുദം ബാധിച്ച് ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മൂത്ത കൊച്ചിന് ജന്മനാൽ 100% വികലാംഗിയാണ്. അതിൻ്റെ കാര്യങ്ങളും ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കണം. മൂത്ത കൊച്ച് 10ൽ പഠിക്കുന്നു. ഇളയ കൊച്ച് എൻ്റെ ഇളയ മോള് 10ൽ പഠിക്കുന്നു. ഇതുകൂടാണ്ട് എൻ്റെ സ്ഥലം ഞങ്ങൾ കേരള ബാങ്കിൽ കീരമ്പാറ പണയം വെച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയാണ് പണയം വെച്ചത്. ഈ അസുഖം കാരണം ഞങ്ങൾക്ക് ആ ബാങ്കിൽ അതിൻ്റെ പലിശയും മുതലും ഗഡുക്കളായി അടയ്ക്കാൻ സാധിച്ചില്ല. ഞങ്ങളെ കൊണ്ട് ഒരു കഴിവുമില്ല. ജപ്തിനോട് ഭീഷണിയും ഫോണികളെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ജപ്തി നോട്ടീസ് 2026 ഫെബ്രുവരി 25 കൂടി വീട്ടിൽ ഫ്രണ്ടിൽ പതിക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് ഇന്നലെ വരെ ഞങ്ങൾ വിളിച്ചു, ബാങ്കിൽ നിന്ന് ഭീഷണിപ്പെടുത്തി എത്രയും പെട്ടെന്ന് പൈസ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിന് മുമ്പ് ഇറങ്ങിക്കോളും എന്നാണ് പറഞ്ഞേക്കണേ. പ്രതിദിനം 600 രൂപയോളം വേണം മരുന്നിനും മറ്റാവശ്യങ്ങൾക്കുമായി. ഇവരുടെ ദുരിതങ്ങൾക്ക് അറുതിയുണ്ടാകണമെങ്കിൽ സുമനസ്സുകൾ കനിയണം. മറ്റുള്ളവരാൽ കഴിയുന്ന സഹായം ഇക്കാണുന്ന അക്കൗണ്ട് നമ്പറിലോ GPay നമ്പറിലോ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തുടരുകയാണ് ഈ കുടുംബം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.